ഹലോ, എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ സെർച്ചിന്റെ ഒരു പ്രോഗ്രാമിന് ഫാമിലി ഫംഗ്ഷൻ വരുന്നത്. കണ്ടോണൻസ് മീറ്റിംഗ് 2 മീറ്റിംഗ് വന്നിരുന്നു. പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് കാരണമാണ് വരാഞ്ഞത്. അപ്പോൾ തിരിച്ചു പിന്നെ വന്നപ്പം എപ്പോഴും ഞാൻ പറയുന്ന പോലെ സീനിയർ ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിന്റെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. ഞാനൊരു എഞ്ചിനീയർ ആയതുകൊണ്ട്. അപ്പോൾ ഇന്ന് ഇപ്പൊ ബർത്ത്ഡേ പറഞ്ഞ കൂട്ടത്തിൽ എന്റെ ഫാദറിന്റെ ബർത്ത്ഡേ പറഞ്ഞായിരുന്നു. ഒരു മൈൽ സ്റ്റോൺ ആണ്. താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. 84 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു May 11. അപ്പോ അതിന് നമ്മുടെ മലയാളം ഇതിൽ പറയുന്നത് 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടു എന്നാണ് അല്ലെ? ശതാഭിഷേകം എന്ന് പറയും. അതിനെന്താണ് ശതാഭിഷേകം പറയാൻ കാര്യം എന്താണ്? അറിയോ? എനിക്കറിയത്തില്ല. ഞാൻ നെറ്റ് സെർച്ച് ചെയ്ത് കിട്ടിയതാണ്. ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ 1000 പൂർണ്ണചന്ദ്രന്മാരെ പൗർണമിയിൽ ദർശിച്ചതായി കണക്കാക്കി 84 വയസ്സിൽ നടത്തുന്ന പിറന്നാൾ ആഘോഷമാണ് ശതാഭിഷേകം. ശതം എന്നാൽ ഇവിടെ 100 എന്നതിലുപരി സമ്പൂർണമായത് എന്നാണ് അതിനർത്ഥം. അപ്പം ഞാനൊരു ചെറിയ കവിത എഴുതി നോക്കി. ശരിയായിട്ടുണ്ടാവില്ല. പിന്നെ ഇപ്പം പുതിയ നവമാധ്യമങ്ങളുടെ ChatGPTയുടെ സഹായം ഉള്ളതുകൊണ്ട് അതിലിട്ടൊന്ന് റിവ്യൂ ചെയ്തു. വേറെ ആരെയും കാണിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല. അത് കുറച്ചൊന്ന് കറക്റ്റ് ചെയ്തു. അപ്പൊ അതൊന്ന് ശ്രമിച്ചു നോക്കാം. ചിലപ്പോഴേക്ക് ഞാൻ അല്പസ്വല്പം സെന്റിമെന്റൽ ആയി പോകും. അത് സ്വാഭാവികം. ഒരു ഇളം മനസ്സാണ്. അതുകൊണ്ടാണ്. ാം വയസ്സിന്റെ ദീപ്തിയിൽ അച്ഛൻ ഇന്നൊരു ചന്ദ്രഗാഥയായി നിൽക്കുന്നു. 1000 പൗർണമികൾ കണ്ണുകളിൽ നിറച്ച് കാലത്തിന്റെ പാതയിൽ ശാന്തമായി നടന്നിരുന്നു. ശതാഭിഷേകത്തിന്റെ പുണ്യവേളയിൽ വീട്ടുമുറ്റം അനുഗ്രഹത്തിന്റെ കേദാരമായി. ചിരികളിൽ സ്നേഹവും വാക്കുകളിൽ ജ്ഞാനവും ഹൃദയങ്ങളിൽ എന്നും തെളിയുന്ന ദീപവുമാകുന്ന അച്ഛൻ. ചിരികളിൽ സ്നേഹവും വാക്കുകളിൽ ജ്ഞാനവും ഹൃദയങ്ങളിൽ എന്നും തെളിയുന്ന ദീപവുമാകുന്നു അച്ഛൻ. മഴയായി തണലായി നിന്ന കരങ്ങൾ, കാറ്റായി കരുതലായി വീശിയ ദിനങ്ങൾ, ജീവിത പാഠങ്ങൾ നിശബ്ദമായി പഠിപ്പിച്ച് കുടുംബത്തിന്റെ വേരായി ഉറച്ചു നിന്നവൻ. 1000 ചന്ദ്രന്മാരുടെ വെളിച്ചം ചേർന്നാലും അച്ഛന്റെ മുഖത്തിലെ ശാന്തി തുല്യമാകില്ല. 1000 ചന്ദ്രന്മാരുടെ വെളിച്ചം ചേർന്നാലും അച്ഛന്റെ മുഖത്തിലെ ശാന്തി തുല്യമാകില്ല. ഈ ശതാഭിഷേക നിമിഷം ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു മഹോത്സവം. ഇനിയും പൗർണമികൾ വിരിയട്ടെ. ആരോഗ്യവും ആനന്ദവും കൂടെ ഇരിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ നടുവിൽ അച്ഛനെന്നും പ്രകാശമായി നിലനിൽക്കട്ടെ.